ആലുവ റെയിൽവേ സ്റ്റേഷനിൽ 2 ദിവസം വെയിറ്റിംഗ് റൂമിൽ കിടന്നു, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു, ഷൊർണൂർ, എറണാകുളം. ഞങ്ങൾ 4ഉം 5ഉം ദിവസമൊക്കെ എന്താ പറയുക, ഈ റേഷനരി, സർക്കാരിൻ്റെ റേഷനരി കിട്ടുന്ന കൊണ്ടിട്ട് നമ്മൾ അത് കഞ്ഞി വെച്ച് കുടിച്ച് മുളകും പൊട്ടിച്ചിട്ട് 4 ദിവസം എൻ്റെ മക്കൾ കഴിച്ചിട്ടുണ്ട്. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം ദിവസങ്ങൾക്ക് മുമ്പാണ് സർക്കാർ നടത്തിയത്. അതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങനെ ഒരു അതിദരിദ്രരില്ല കേരളത്തിൽ എന്നുള്ളൊരു വിവരം വന്നതിന് ശേഷം കേരളം വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ അതിന് വിഭിന്നമായൊരു കാഴ്ചയാണ് കോഴിക്കോട് നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കോഴിക്കോട് മാനാട് പ്രദേശത്തു നിന്നും ഓട്ടോയിൽ താമസിക്കുന്ന ഒരു കുടുംബം, കോട്ടയം സ്വദേശിയായിട്ടുള്ള രമ്യയും കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അനിൽകുമാറും അവരുടെ ദമ്പതികളും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ് കോഴിക്കോട് മാനാട് ഓട്ടോയിൽ 4 ദിവസമായി താമസിക്കുന്നത്. ഇപ്പോൾ രമ്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് അവസരത്തിലാണ് ഇങ്ങനെ ഓട്ടോയിൽ താമസിക്കേണ്ട അവസ്ഥ വന്നത്? ഞങ്ങൾ മൂപ്പർക്ക് കുറച്ച് നാളായിട്ട് പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വാടക കൊടുക്കാൻ കഴിയാത്തതിനാൽ അവർ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പോൾ 1.5 മാസത്തോളമായി ഇറക്കി വിട്ടിട്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് വേറെ വീടൊന്നും കയറി കിടക്കാനൊരു കിടപ്പാട് ആരും ഞങ്ങളൊന്ന് നമുക്കൊരു അഡ്വാൻസ് കൊടുക്കാതെ കൊണ്ട് ആരും കയറ്റി കിടത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റോഡിലേക്കായി, പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ വഴിയും ബീച്ചും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരുടെ ഹെൽപ്പ് കൊണ്ടിട്ട് വീണ്ടും കോഴിക്കോട് തന്നെ ഞങ്ങളെത്തി. അവർ ഈ പോലീസ് സ്റ്റേഷനിൽ, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അവർ ഒരു ദിവസം ഞങ്ങളിവിടെ കോവൂര് വെച്ച് ഞങ്ങളിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ രാത്രിയിൽ കിടന്ന് മക്കളെയും കൊണ്ട് കിടന്നുറങ്ങുമ്പോഴത്തേക്കും മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ അവർ കണ്ടിട്ടാണ് ഞങ്ങളെ ക്ലോക്ക് റൂമിലേക്ക് ആക്കി. അവർ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് 3 ദിവസം അവരവിടെ കിടത്തി. അതിന് ശേഷം അവരും പറഞ്ഞു ഇത് രോഗികൾക്ക് വേണ്ടി മാത്രമുള്ള ഇതാണ്, അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഇറങ്ങി. അതിന് ശേഷമാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു ഓട്ടോ ഒരാൾ വാടകയ്ക്ക് തരുന്നത്. അപ്പോൾ ഇപ്പോൾ ആ വണ്ടിയിലാണ്, വാടക വണ്ടിയിലാണ് ഞങ്ങളിപ്പം കിടന്നുറങ്ങുന്നതും എല്ലാം. ഇപ്പോൾ ഈ 4 ദിവസമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾക്ക് വീട് നേരത്തെ ഞങ്ങൾ 11 വർഷമായിട്ട് വാടക തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ 1ഉം 2ഉം പ്രാവശ്യം അല്ല, ഞങ്ങളിത് പല പ്രാവശ്യം ഞങ്ങൾ വാടക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇത്രയും നാളും ജനങ്ങളുടെ ഹെൽപ്പും ഒരുപാട് പേരെ ഞങ്ങളെ സഹായിച്ചത്, മോളുടെ സ്കൂളിൽ നിന്നാണെങ്കിലും ഒത്തിരി സഹായിച്ചിട്ട് ഞങ്ങളെ വീടൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾ മൂപ്പര് മാത്രമാണ് പണിക്ക് പോകുന്നത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരാളുടെ വരുമാനം കൊണ്ട് കഴിയാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ അങ്ങനെ വാടക കൊടുക്കാണ്ട് താമസിച്ചിരുന്നത് ഞങ്ങൾ കുറ്റിക്കാട്ടൂർ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം, വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ശേഷം ഞങ്ങൾ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ 2 ദിവസം വെയിറ്റിംഗ് റൂമിൽ കിടന്നു, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കിടന്നു, ഷൊർണൂർ, എറണാകുളം. അപ്പോൾ അവിടെയൊക്കെയുള്ള RPFമാരാണ് നമ്മളെ ഓരോ തരത്തിലും നമ്മളിപ്പോൾ സഹായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇത്രയും പെട്ടെന്ന് കോഴിക്കോടുള്ള മെയിൻ ആൾക്കാരെ കണ്ടിട്ട് നിങ്ങൾ കാര്യം അവതരിപ്പിക്കണം. അപ്പോൾ ഇന്നലെയാണ് പോയിട്ട് കളക്ടറെ കണ്ട് ഞങ്ങൾ കാര്യം അവതരിപ്പിച്ച് ഞങ്ങൾ പരാതി കൊടുത്തു. അപ്പോൾ കളക്ടർ പറഞ്ഞത് ഇതിന് മുകളിലുള്ള ആൾക്കാരുമായിട്ട് കൂടി ആലോചിച്ചിട്ട് നിങ്ങളെ വിളിക്കാം, ഫോണുണ്ടല്ലോ വിളിക്കാമെന്ന് പറഞ്ഞു. അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. കുട്ടികൾ 2 പെൺകുട്ടികളാണ്? 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അതിൽ മൂത്ത ആൾ 3ൽ പഠിക്കുന്നു, ഇളയ ആൾ 4 വയസ്സേ ആയിട്ടുള്ളൂ. വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ? 2 മാസമായി എൻ്റെ മോള് സ്കൂളിൽ പോയിട്ട്. ഇപ്പോൾ അവർ വിളിക്കുന്നുണ്ട്, മോള് നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, അവരുടെ ഭാവി കളയരുത്, നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞു വിടുന്നു. പക്ഷേ നമ്മൾ ഈ റോഡിൽ കിടക്കുന്ന നമ്മൾ എങ്ങനെ പറഞ്ഞു വിടാനാണ്? ആ ഒരു അവസ്ഥയിൽ മോളെപ്പോഴും പറയും പഠിക്കാൻ ആഗ്രഹമുണ്ട്, കൂട്ടുകാരൊക്കെ പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും, പക്ഷേ നമുക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനു മുന്നേ ഞങ്ങൾ പട്ടിണി കിടന്നിട്ട്, മൂപ്പർക്ക് പണിയില്ലാണ്ടിരുന്ന സമയത്ത് ഓട്ടോയും ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ 4ഉം 5ഉം ദിവസമൊക്കെ എന്താ പറയുക, ഈ റേഷനരി, സർക്കാരിൻ്റെ റേഷനരി കിട്ടുന്ന കൊണ്ടിട്ട് നമ്മൾ അത് കഞ്ഞി വെച്ച് കുടിച്ച് മുളകും പൊട്ടിച്ചിട്ട് 4 ദിവസം എൻ്റെ മക്കൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തുള്ളവർ അറിഞ്ഞ ശേഷമാണ് ഓരോരുത്തർക്ക് ഞങ്ങളെന്ന് സഹായിക്കാൻ തുടങ്ങിയത്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ മുതൽ ഓരോരുത്തരുടെയും സഹായം കൊണ്ട് ഭക്ഷണം കഴിച്ചു പോകും. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ ഒരു നിലനിൽപ്പാണ്, ഞങ്ങൾക്കിപ്പോൾ ഒരു ആവശ്യം. എല്ലാവരുടെ സഹായം കൊണ്ട് മാത്രം മുന്നോട്ട് പോവില്ല. അപ്പം ഈ സർക്കാർ എന്തെങ്കിലും ഒരു നീതി കാണിക്കുമെന്നുള്ളൊരു വിശ്വാസമായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ ലൈഫിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളല്ല, നമ്മുടെ കുന്നമംഗലം പഞ്ചായത്തിലാണ് ഞങ്ങളുടെ റേഷൻ കാർഡ് ഉള്ളത്. അപ്പോൾ അവിടെ ലൈഫ് മിഷൻ്റെ പദ്ധതിയിൽ അവരെഴുതി ചേർത്ത് ഇതാക്കിക്കോളാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് അവർ പറഞ്ഞത് ഞങ്ങളുടെ പേര് അതിലില്ല, 2019 ലിസ്റ്റിലുള്ള പേരുടെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊന്ന് പോയൊന്ന് തിരക്കി നോക്കണം ഇനി അവിടെ. വേറെ ഒന്നും ഇപ്പം നിലവിൽ ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഇപ്പോൾ അനിൽകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ ജീവിതം? വലിയ ബുദ്ധിമുട്ടിലാണല്ലോ? ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ എൻ്റെ 1.5 മാസത്തോളം എൻ്റെ ലൈസൻസ് തീർന്നിരുന്നു. അപ്പോൾ ആ ഡേറ്റ് തെറ്റി. അപ്പോൾ വണ്ടി ഓണർ വാങ്ങി വെച്ച്, ഇതല്ല ആദ്യം ഓടിച്ച വണ്ടി. ആ ഓണർ വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ലൈസൻസ് പുതുക്കണം എന്നുണ്ടെങ്കിൽ 1000 രൂപ എൻ്റെ ആവശ്യമുണ്ടെന്ന് നമ്മളെ പുലരി ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞ്
അപ്പോൾ എനിക്ക് 1000 രൂപ ഒപ്പിക്കാൻ കുറച്ച് മെനക്കെടായിരുന്നു. അങ്ങനെ വേറെ ആളോട് കുറേ കടം വാങ്ങി അതെല്ലാം കൂടി ലൈസൻസ് പുതുക്കി വരുമ്പോഴത്തേക്ക് 1.5 മാസം പിടിച്ച്. അപ്പോഴത്തേക്ക് എൻ്റെ വീട് പട്ടിണിയിലെ ദുരന്തി അവിടെ ആ അറ്റത്തേക്ക് എത്തിയിരുന്നു. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും കൂട്ടുകാരോട് 100 200 ഒക്കെ ഗൂഗിൾ പേ ചെയ്യാൻ പറയും. എന്നിട്ട് ചെയ്യുന്നത് എടുത്ത് ഇവർക്ക് എന്താ വെച്ചാൽ വേണ്ടത് വാങ്ങി കൊടുക്കും. അങ്ങനെ ഇരുന്ന് ഈ വാടകേൻ്റെ സമയം എത്തിയപ്പോഴാണ് ഇറങ്ങി കൊടുക്കണമെന്ന് തന്നെ നിർബന്ധമാകും. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഇറങ്ങി കൊടുക്കാം. പക്ഷേ വാടകേൻ്റെ ഒരു 3 ദിവസം മുമ്പ് എൻ്റെ മക്കൾ മുഴുവൻ പട്ടിണിയായപ്പോൾ ഞാൻ എൻ്റെ കട്ടിൽ വിറ്റ് വലിയൊരു കട്ടിൽ 600 രൂപയ്ക്ക് കൊടുത്ത്. പിന്നെ ഒരു വെള്ളം നിറച്ചിരിക്കുന്ന ഒരു ക്യാൻ ഉണ്ടായിരുന്നു, അത് 400 രൂപയ്ക്ക് കൊടുത്ത്. പിന്നെ ഇതെല്ലാം കൊടുക്കുന്നത് എൻ്റെ ഏഴത്തിയമ്മ മുഖാന്തര കൊടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നോട് കൊടുക്കണ്ട ഞാൻ തരാമെന്നൊന്നും പറഞ്ഞില്ല. എന്തെങ്കിലും കരയാറൊക്കെ ഉണ്ടോ രാത്രി ഇങ്ങനെ? പിന്നെ വിശന്നിട്ട് കരഞ്ഞിട്ട് എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് പോയി പോകും. അങ്ങനെ അലൂമിനിയം ചെമ്പ് കുക്കറൊക്കെ വിറ്റിട്ടാണ് ഞാൻ 3 ദിവസം എൻ്റെ മക്കളെ പോറ്റിയത്. 4ാമത്തെ ദിവസം ഞാൻ ഇറങ്ങി കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എന്തോന്ന് അറിയില്ല, കറണ്ട് ബില്ലിൻ്റെ പൈസ പിടിച്ച് ഇറങ്ങി വെളിയും കൊണ്ടിട്ട് മക്കളെയും കൊണ്ട് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. കളർ ട്രെയിൻ കയറി ഷൊർണൂർ പോയി. ടിക്കറ്റ് എടുത്തില്ല, പിടിക്കട്ടെ, എന്തെല്ലാം ജീവിതം പോയതല്ലേ. അങ്ങനെ അവിടെ എത്തി. അവിടെ ജലീൽ സാർ എന്ന് പറഞ്ഞിട്ടൊരു സാറ് സംഭവം പറഞ്ഞിട്ട് സാറ് എനിക്ക് 1000 രൂപ ഇവളെ ഗൂഗിൾ പേ ചെയ്ത് തന്ന് മക്കൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ മക്കൾ അപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. ഞാനതിൽ കള്ളത്തരൊന്നും പറഞ്ഞു, സത്യാവസ്ഥയെ പറയുന്നു. അങ്ങനെ അത് കഴിച്ച് അവിടുന്ന് നേരെ എന്നോട് പറഞ്ഞ് ഈ കോഴിക്കോട്ട് പോയിട്ട് എന്തോ പണി നോക്ക്, അല്ലാതെ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് നേരെ ഞാൻ എന്ത് ചെയ്ത് എറണാകുളത്ത് പോയി അവിടെ പണി അന്വേഷിച്ച് ഞാൻ എൻ്റെ ഭാര്യയും കൂടി ചേരാത്ത ഒരു ഹോട്ടലുകളിലുമില്ല. എല്ലാ ഹോട്ടലിലും ബംഗാളികൾ. ഒറ്റ ഹോട്ടൽ പോലും എന്ന് പറഞ്ഞാൽ അവിടെ വിട്ടിട്ടില്ല. എല്ലാത്തിനും കയറി പരതി എല്ലാം കൂടി വയ്യാണ്ടായി അവിടെ കിടന്നുറങ്ങി. റെയിൽവേയിൽ കിടന്നുറങ്ങിയിട്ട് അവിടുത്തെ RPF പോയിട്ട് സംഭവം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പറഞ്ഞ് അവർ ഞങ്ങൾക്ക് എല്ലാവർക്കും ചപ്പാത്തി വാങ്ങി തന്ന് 2 കോഴിക്കോട് 2 ടിക്കറ്റ് എടുത്തിട്ടാണ് പറഞ്ഞുള്ളൂ. ഞാൻ അങ്ങനെ കോഴിക്കോട് വന്ന് അവിടുത്തെ പാളയം സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് നേരെ മെഡിക്കൽ കോളേജ് ഇറങ്ങി ബസ് സ്റ്റോപ്പിലിരുന്ന് ഇനി എന്ത് ചെയ്യുന്നുള്ള ഒരു പിടുത്തമില്ല. അങ്ങനെ ഒരു കൂട്ടുകാരന് 100 രൂപ വാങ്ങി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നേരെ അതിന് താഴത്തിൽ ATM അവിടെ കിടന്നുറങ്ങിയതാണ്. അപ്പോൾ CH നിന്നായിരുന്നു ഭക്ഷണം തന്നിരുന്നത്. CH നിന്ന് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞ് ഞായറാഴ്ച വരെ വാങ്ങിക്കും, പിന്നെ വാങ്ങരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എനിക്ക് 2 ദിവസത്തേക്ക് മതി പറഞ്ഞു. അങ്ങനെ അവർ ഭക്ഷണം തന്ന് അവിടെ നിന്നപ്പോഴാണ് പിന്നെ പോലീസുകാർ നേരെ ക്ലോക്ക് റൂമിൽ 3 ദിവസമൊക്കെ ആക്കി. അവിടെ നിന്ന് 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇനി പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. എൻ്റെ പൈസ ഇല്ല. അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി. പിന്നെയാണ് വണ്ടി കിട്ടിയത്. ഇതാണ് അതിദരിദ്രരില്ലാത്ത കേരളത്തിലെ ഒരു കാഴ്ച. ഇവരുടെ അവസ്ഥയെ ദാരിദ്ര്യമെന്നാണോ അതിദാരിദ്ര്യമെന്നാണോ വിളിക്കേണ്ടതെന്ന് പോലും അറിയില്ല. 2 പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങുന്ന കുടുംബമാണ് ഇപ്പോൾ റോഡിൽ ഓട്ടോറിക്ഷയിൽ അവർ തൊഴിലെടുക്കുന്ന ഓട്ടോയിൽ തന്നെ കിടന്നുറങ്ങുന്നത്. 4 ദിവസമായി ഇവർ ഈ അവസ്ഥയിൽ തുടരുന്നു. ഈ കാഴ്ച കണ്ട് അധികൃതരുടെ കണ്ണ് തുറക്കുകയും ഇവർക്ക് എന്തെങ്കിലും സഹായം ലഭിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ക്യാമറമാൻ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.